ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഏറ്റവും ജനപ്രിയനായ താരമാണ് നമ്മുടെ അനീഷ്. ഇപ്പോൾ അനീഷിൻ്റെ നാട്ടിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ അവിടെയുള്ള ചില ആളുകളുമായി സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. അവിടെയുള്ള നാട്ടുകാർക്കെല്ലാം അനീഷിനെ പറ്റി 100 നാവാണ്. അദ്ദേഹം ഒതുങ്ങിക്കൂടി ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബാങ്കിൽ നിന്നും 5 വർഷം ലീവെടുത്ത് കഥകളെടുത്തും അതുപോലെ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായ ഒരു മനുഷ്യനാണ് അനീഷ്. 8 വർഷം മുമ്പ്, ഏകദേശം അങ്ങനെ 5-8 വർഷം മുമ്പ് എന്നാണ് പറയുന്നത്, അനീഷ് ഡൈവോഴ്സായ ഒരാളാണ്. ഭാര്യയുമായി ഡൈവോഴ്സ് ആയതിനു ശേഷം ഭാര്യ വേറെ കല്യാണം കഴിച്ച് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ഭാര്യയുടെ പേര്, മറ്റ് ഡീറ്റെയിൽസ്, കാര്യങ്ങളിലൊന്നും കടക്കുന്നില്ല. കാര്യം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളിൽ നിയന്ത്രണം നമ്മൾ നടത്തണം. കാര്യം അവരെ പേഴ്സണൽ സ്പേസിൽ കയറി നമ്മൾ ഓരോ അഭിപ്രായം പറയാൻ ആളല്ല. അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ ഡിവോഴ്സ് ആയതിനു ശേഷം അനീഷ് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ്, സൈലൻ്റായിട്ട് നടക്കുന്ന ഒരാളാണ്, മുൻ ഭാര്യ വേറെ കല്യാണം കഴിച്ച് പോയി എന്നുള്ളതാണ്. എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ചേർന്ന് പോകാൻ പറ്റിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡൈവോഴ്സ് ആയിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളാണ് അനീഷ്. ആ അടിസ്ഥാനത്തിൽ അനീഷ് ഇപ്പോൾ അങ്ങനെ ഡൈവോഴ്സ് ആയതിനു ശേഷം ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി കൃഷിയൊക്കെ ആയിട്ട് ബാങ്കിൽ നിന്ന് ലീവൊക്കെ എടുത്തതിന് ശേഷം ചില സാംസ്കാരിക പ്രവർത്തനവും കഥയെഴുത്തും പുസ്തകം എഴുത്തൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരാളാണ്, സാധാരണക്കാരനായ ഒരാളാണെന്നാണ് പറയുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ് അനീഷ് എന്ന് നാട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. കാര്യം അവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും ഒരു ദ്രോഹവും ഒരു തരത്തിലും ഒരു പ്രശ്നക്കാരനായിട്ടൊരാളായിട്ട് അനീഷ് ഇതുവരെയും ആ നാട്ടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും പരോപകാരിയായിട്ടുള്ള, സ്നേഹമയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അനീഷിനെ നാട്ടുകാരെല്ലാവരും കാണുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ഫൈനലിസ്റ്റിൽ ഒരാളാണ് അനീഷ്. നാളെ വിജയെ പ്രഖ്യാപിക്കുമ്പോൾ അനീഷ് വിജയിയാവുമോ അതോ റണ്ണറപ്പ് ആവുമോ അതോ മറ്റേതെങ്കിലും പൊസിഷൻ കിട്ടുമോ എന്നുള്ള കാത്തിരുന്ന് കാണാം. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.